രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മകിഴ് തിരുമേനിയുടെ ഡയറക്ഷനിൽ തല അജിത് കുമാറിന്റെ ഫിലിം, അതാണ് വിടാമി മിർച്ചി. അർജുൻ, തൃഷ തുടങ്ങിയ ഒട്ടനവധി കഥാപാത്രമുള്ള വിടാമി മിർച്ചി ഞങ്ങൾ രാവിലെ 7 മണിക്ക് തന്നെ FDOs കണ്ടു. അപ്പൊ ആ സിനിമയെ പറ്റിയുള്ള ഞങ്ങളുടെ കുറച്ച് അഭിപ്രായങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ട്വിൻസ് വ്ലോഗ് ബൈ അഭയ് ഗ്രീഷ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിടാമുയർച്ചി. അപ്പൊ 2 വർഷത്തിന് ശേഷം കാത്തിരുന്നു വന്ന അജിത്തിന്റെ ഫിലിമിന് ഒരു കാഷ്വൽ ആയിട്ടുള്ള എൻട്രിയാണ് അജിത്തിന് ഫിലിമിൽ കൊടുത്തിരിക്കുന്നത്. ഇൻട്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോ ഫസ്റ്റ് തന്നെ പടം തുടങ്ങുമ്പോ തന്നെ പത്മഭൂഷണം അജിത് ആ ഒരു ടൈറ്റിലൊക്കെ കാണിച്ചുകൊണ്ട് അജിത്തിന്റെ ആ റേസിംഗ് ഇവന്റ്സിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പൊ തുടങ്ങി അജിത് കുമാർ എന്നുള്ള പേര് കാണിക്കുമ്പോ പ്രത്യേകിച്ച് തലാന്നോ അല്ലാന്നുണ്ടെങ്കിൽ തളപതിന്നോ സൂപ്പർ സ്റ്റാർന്നോ അങ്ങനെ ഒന്നും തന്നെ കാണിക്കല്ല. വളരെ നോർമലായിട്ട് അജിത് കുമാർ മാത്രം ടൈറ്റിൽ കാണിച്ചുകൊണ്ട് സിനിമ തുടങ്ങുന്നു. അവിടെ തന്നെ അനിരുദ്ധിന്റെ BGM ഏത് ലെവലിലാണെന്ന് അനിരുദ്ധ് അപ്പൊ തന്നെ തെളിയിച്ചു. കാരണം ഫസ്റ്റ് പടത്തിന് ഓപ്പണിങ് തന്നെ അനിരുദ്ധ് പെടക്കണ BGM ഇട്ടിട്ടാണ് തുടങ്ങണത്. അത് ഉടനീളം പടത്തിലുണ്ട്, അതിനെ കുറിച്ച് ഞങ്ങൾ പറയാം. അപ്പൊ ഫിലിമിന്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരാണെങ്കിൽ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടാണ് നമ്മളെ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ടിങ് തൊട്ട് ഫസ്റ്റ് ഹാഫ് എൻഡിങ് വരെ എന്തൊക്കെയാണ് കഥ, എവിടേക്കാണ് കഥ നടക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് കഥയിലുള്ളത് എന്നുള്ള ഒരു ഫുൾ ആ സ്റ്റോറി ആരാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് ആ ഫസ്റ്റ് ഹാഫിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഒട്ടും ലാഗ് ഇല്ലാണ്ട് നമ്മളെ വളരെയധികം എൻഗേജ് നിർത്തിയിട്ടാണ് നമ്മുടെ ഫിലിം ഫസ്റ്റ് ഹാഫിൽ കടന്നു പോകുന്നത്. പിന്നെ ഇൻട്രൊഡക്ഷൻ സീൻ പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി പറയാൻ വിട്ടു. ഈ പടത്തിൽ കഥാപാത്രങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേപോലെ തന്നെ അതിൽ കാറിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അജിത്തിനെ കാണിക്കണത് ഇൻട്രൊഡക്ഷന്റെ ഒപ്പം തന്നെ ആ കാറും കാണിച്ചോണ്ടാണ് ഉടനീളം ആ സിനിമയിൽ ആ കാറ് ക്ലൈമാക്സ് വരെ ആ കാറുണ്ട് ഒപ്പം. അപ്പൊ അതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള ഷോർട്സ് കുറെ ഉണ്ട്. പടത്തിലെ പ്ലസ് പറയാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പടത്തിന്റെ പ്ലസ് മ്യൂസിക് തന്നെയാണ്. അനിരുദ്ധ് വേറെ ലെവലിലാണ് മ്യൂസിക് ചെയ്ത് വെച്ചത്. അത് BGM ആയിക്കോട്ടെ, സോങ്സ് ആയിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും ഒരു പോരായ്മയും അനിരുദ്ധിന്റെ ഭാഗത്തു നിന്നല്ല, കിഡിലനായിട്ട് തന്നെ മ്യൂസിക് നടത്തിയിട്ടുണ്ട്. ആ ഫിലിമിലെ ഓരോ ഷോട്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതും എന്താണ് ഇതുപോലെ തന്നെ കിടിലമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് അത് സിനിമോട്ടോഗ്രാഫി അതായത് ഓരോ ഫ്രെയിമും ഒരു ഷോട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രെയിമിൽ ചുറ്റുവട്ടുള്ള സാധനങ്ങൾ വളരെയധികം ഭംഗിയോടുകൂടി അതിലെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അജിത്തിനാണെങ്കിലും തൃശ്ശനാണെങ്കിലും, തൃശ്ശനൊക്കെ എന്ത് രസമായിട്ടാണ് കാണിച്ചേക്കണം. അപ്പൊ ആ തൃശ്ശ കൊടുത്തേക്കണ കോസ്റ്റ്യൂം ആണെങ്കിലും അല്ലെങ്കിൽ തൃശ്ശയുടെ ആ ഒരു ഗെറ്റപ്പ് ലുക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയുണ്ട്. തൃശ്ശ സൂപ്പറായിട്ട് തന്നെ തൃശ്ശ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമോട്ടോഗ്രാഫിനെ കുറിച്ച് പറയുമ്പോ വളരെ വലിയ ലാൻഡ്സ്കേപ്പിലൊക്കെ പോണ പടമാണ്. കുറെ അധികം ഏരിയയിലേക്ക് കടന്നുകൊണ്ട് കഥ. അപ്പൊ അതിലൂടെ പോകുമ്പോഴൊക്കെ ഒരു ബോറടി തോന്നിപ്പിക്കാണ്ട് നമുക്ക് ഓരോ ഫ്രെയിമിലും അത് കാണാനുള്ള ആ ഒരു ഭംഗി ഒരു കുറവുമില്ലാണ്ട് തന്നെ സിനിമോട്ടോഗ്രാഫി വരുത്തിയിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി ഫുള്ളി സ്കിൽഡ് ആണ് പടം. പടത്തില് ടെക്നിക്കൽസ് എന്ന് പറയാൻ ഒരു പോരായ്മയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഫസ്റ്റ് ഹാഫ് വളരെ ഗ്രിപ്പിംഗ് കൊടുക്കും. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ഇപ്പോഴത്തെ എല്ലാ മിക്ക സിനിമകളിലും ഇന്റർവെൽ ഒക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര പഞ്ചായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോക്കിംഗ് മൂവ്മെന്റ് ആയിട്ടൊക്കെയാണ് ഇന്റർവെൽ നിർത്താറ്. പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഫസ്റ്റ് തൊട്ട് എങ്ങനെയാണോ പടം ആ സെയിം ഗ്രാഫ് പിടിച്ചാണ് ഇന്റർവെല് ഒരു ടേണിംഗ് പോയിന്റ് നിലയ്ക്ക് നിർത്തുന്നത്. അതെ, പഞ്ചല്ലാണ്ട് അജിത്തിന്റെ ഒരു ഡൗൺ കാണിച്ചിട്ടാണ് വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്റർമിഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഹാഫ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഹാഫിൽ ഒരു ഹാഫ് അവറോളം നമ്മുടെ അജിത്തിന്റെ അല്ലെങ്കിൽ ദൃശ്യയുടെ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് ഈ രണ്ട് രീതിയിലും മാറി മാറിയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അജിത്തിന്റെ ഫോട്ടോസ് ഇപ്പൊ റീസെന്റ് ഉള്ള ഫോട്ടോസ് പറഞ്ഞാൽ മനസ്സിലാവും അജിത്തിന്റെ ട്രാൻസ്ഫോർമേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് അങ്ങാടും ഇങ്ങാടും ആ ഒരു ട്രാൻസിഷനെ കാണിച്ചിട്ടുണ്ട്. ഡിഏജിങ് ഉണ്ട്, അത് ഇടയ്ക്ക് മനസ്സിലാവണം. അത് മാത്രം ഇത്തിരി ബോറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. ബട്ട് അജിത്തിന്റെ ഓവറോൾ ലുക്കിനെ അത് ബാധിച്ചിട്ടില്ല. അപ്പൊ അജിത്തിന്റെ ലുക്ക് നമ്മൾ പറഞ്ഞപ്പോ ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്ത ഒരാളും കൂടെ ഉണ്ട് പടത്തില്, ആക്ഷൻ കിങ് അർജുൻ. അർജുന്റെ ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോ ഞാൻ കൂടുതലും അജിത്തിനേലും ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് അർജുനെ ഫീൽ ചെയ്തു. കാരണം അർജുന പ്രസന്റ് ചെയ്ത രീതി, ആ ലോങ് ഹെയർ ഒക്കെ വെച്ചിട്ട് ആളുടെ ഡ്രസ്സിങ് കോസ്റ്റ്യൂം ആണെന്നുണ്ടെങ്കിലും പൊളിച്ച് ഡ്രസ്സിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അർജുന്. പിന്നെ ഡയലോഗ്സ് ഒക്കെ അത് നോർമലാണ്. അർജുന് അത്ര പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഒന്നും പടത്തിലില്ല. പക്ഷെ കിട്ടിയ റോൾ അർജുൻ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഹാഫ് പോലെയല്ല, സെക്കൻഡ് ഹാഫ് നമുക്ക് കുറച്ച് ലാഗ് ആയിട്ടാണ് തോന്നുന്നത്. ഞങ്ങളുടെ ഒപ്പീനിയൻ ആണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ ആ ഒരു
ആ ഒരു ഗ്രാവിറ്റി ഇല്ലാത്ത പോലെ പടത്തിന് പടം അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചിരുത്തണ പോലെയൊന്നും നമുക്ക് തോന്നിയില്ല. കുറച്ച് ലാഗായിട്ടാണ് തോന്നി. അതിലുള്ള ഫൈറ്റുകളാണെങ്കിലും നമുക്ക് ചില സ്ഥലങ്ങളിൽ സീക്വൻസ് കുറെ ഇഷ്ടംമാതിരി ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആക്ഷൻ സീക്വൻസ്. അതെ, ഫസ്റ്റ് ഹാഫിൽ അത്രയും ആക്ഷൻ സീക്വൻസ് ഒന്നുമില്ല, സെക്കൻഡ് ഹാഫിലാണ് ഉള്ളതെല്ലാം. പക്ഷെ അതാണെങ്കിലും നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് എൻഗേജ് ചെയ്തിരുത്തുന്ന രീതിയിലുള്ള സീൻസ് ഒന്നും ആയിരുന്നു. ആക്ഷൻ കൊറിയോഗ്രാഫി ഒക്കെ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് കഥയായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോ അത് അത്ര രസകരമായിട്ട് നമ്മൾ അതിൽ എൻഗേജ് അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു സീനൊന്നും അല്ല സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് കരുതി ബോറാണെന്നല്ല പറയുന്നത്, നമുക്ക് കണ്ടിരിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു പടം ഫസ്റ്റ് ഹാഫ് പോലെല്ലാം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഗ്രാഫ് ചേഞ്ച് ഉണ്ട്. കാരണം ഒന്ന് ഗ്രാഫ് ഒന്ന് റൈസ് ആയിട്ട് പിന്നെയും ഡൗൺ ആവും, പിന്നെ ഒന്ന് റൈസ് ആവും, പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തും. അങ്ങനെയാണ് പോണത്. അപ്പൊ അതില് ഏറ്റവും മികച്ചത് ഒരു കാർ ഫൈറ്റ് സീൻ ഉണ്ട്. എന്റെ പൊന്നും, അത് അതാണ് പടത്തിലെ ഏറ്റവും ഹൈപ്പുള്ള മൊമെന്റ്. അത് കിഡിലനായിട്ട് അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്. ആ ഒരു സീനിന് വേണ്ടി തന്നെ വേണമെങ്കിൽ പടം കാണാം, സെക്കൻഡ് ഹാഫ് കാണാം, അതിന് ഒരു തെറ്റില്ല. എനിക്ക് ആ സീനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം അത്രയും കഷ്ടപ്പെട്ട് അത്ര എഫേർട്ട് ഇട്ട് ചെയ്ത സീനാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു സീൻ ഒരിക്കലും തിയേറ്റർ മിസ് ചെയ്യരുത്. അത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. അറ്റ്മോസ് തിയേറ്ററിൽ തന്നെ ആയിരുന്നു. അപ്പൊ സൗണ്ട് ക്വാളിറ്റി ഹെവി ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ആ കാര്യങ്ങളിലൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സോട് എടുക്കുമ്പോ എന്തോ പടം പെട്ടെന്ന് തീർന്ന പോലെ ഒരു ഫീല് എനിക്ക് തോന്നിയിരുന്നു. പടം പെട്ടെന്ന് അവിടെ എത്തി പിന്നെ നിർത്തിയ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തില് നോക്കുമ്പോ ആസ് എ ഹോൾ നോക്കുമ്പോ ഫസ്റ്റ് ഹാഫ് വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയ ഫസ്റ്റ് ഹാഫും ഒരു നോർമൽ ആയിട്ട് പോണ ഒരു സെക്കൻഡ് ഹാഫും അതിൽ കുറച്ച് കിടില മൊമെന്റ്സ് ഒക്കെ വെച്ചിട്ട് എന്നിരുന്നാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വൺ ടൈം വാച്ചബിൾ ആണ്. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് പടമാണ്. അല്ലാണ്ട് OTT കണ്ടിട്ട് അല്ല, ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇപ്പൊ പറഞ്ഞത് എന്തായാലും ഞങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇനിയിപ്പോ ഓരോരുത്തർക്ക് ചിലപ്പോ ഓരോരോ ഇതായിരിക്കും തോന്നുന്നത്. ചിലവർക്ക് ഒട്ടും ഇഷ്ടമല്ലാന്നുണ്ടാവും, ചിലവർക്ക് ഇതിലും ഞങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടവരുണ്ടാവും. അപ്പൊ ഇതെന്തായാലും ഞങ്ങളുടെ റിവ്യൂ. പടം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള പടം. അത് സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ആൾക്കാരെ പ്രസന്റ് ചെയ്തേക്കാണെന്നുണ്ടെങ്കിലും ആൾക്കാരെ കാണിക്കണ വിധം എല്ലാം പൊളി തന്നെയാണ് പടത്തില്. കഥ എന്നോ നമുക്ക് ഏറ്റുവഴകിയ കഥയും ഓൾറെഡി ഇതൊരു റീമേക്ക് വേർഷൻ ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതിൻ്റെതായ പോരായ്മകളുണ്ട്. പക്ഷെ അതൊന്നും നമ്മ ഫിലിം വാച്ച് ചെയ്യുമ്പോ നമ്മളെ ബാധിക്കുന്ന കാര്യം തോന്നുന്നില്ല എനിക്ക്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പൊ അത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ താങ്ക് യു, ബൈ.